അങ്ങനെ ഹാരിയും ഡേഴ്സ്ലീസും പിയേഴ്സുമെല്ലാം ആ സൂ നടന്ന് കാണാൻ തുടങ്ങി. അങ്ങനെ നടന്ന് മാറിക്കൊണ്ട് ഓരോന്നായിട്ട് ഓരോ ആനിമൽസിനെയും റെപ്റ്റൈൽസിനെയൊക്കെ ആയിട്ട് കണ്ടുകൊണ്ടിരുന്നപ്പോൾ അവരൊരു വലിയൊരു പൈതൺ, ഒരു സ്നേക്ക് പൈതണിൻ്റെ കൂട് ഒരു കണ്ണാടി ചില്ലിട്ടൊരു കൂടായിരുന്നു. ആ കൂടിൻ്റെ അടുത്തെത്തി. അവിടെ എത്തിയപ്പോൾ ആ പൈതൺ അവരെ ഒന്നും മൈൻഡ് ചെയ്യാതെ അതിൻ്റെ പാട്ടിന് അവിടെ ഇരുന്നു. അത് കണ്ടപ്പം ഡഡ്ലിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ വഷളായ കുട്ടി ആ കണ്ണാടിയിൽ ഞാഞ്ഞടിച്ചു. ആ പൈതണെ മൂവ് മാറ് അങ്ങോട്ട് മാറ് ഇങ്ങോട്ട് മാറ്, തന്നെ എൻ്റർടൈൻ ചെയ്യാൻ പറഞ്ഞു. എന്നാൽ പൈതൺ അതൊന്നും മൈൻഡ് ചെയ്തില്ല. ദേഷ്യത്തോടെ ഡഡ്ലി അവിടെ നിന്ന് നടന്നു മാറി നീങ്ങി. പക്ഷെ അപ്പോൾ ഹാരി ആ പൈതനെ കണ്ടപ്പോൾ വിഷമമായി. ആ പൈതൺ തന്നെ പോലെ കൂട്ടിലടച്ച ഒരാളാണല്ലോ എന്ന് ഹാരിക്ക് തോന്നി. ഹാരി ആ പൈതണെ നോക്കി തന്നെ അവിടെ നിന്നു.